ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണല്ലോ, അവിയുടെ കുഞ്ഞാണ് ചന്തമോളെന്നുള്ള കാര്യം. അതുമാത്രമല്ല, നയനെ ചതിച്ചത് എം ജ്വല്ലറിക്കാരാണെന്നും ഡേവിഡ് ആണെന്നും ഒക്കെ ഉള്ള സത്യം മനസ്സിലാക്കുകയാണ്. അതുപോലെ അവി തനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരവും ഡേവിഡിൽ നിന്ന് മനസ്സിലാക്കുകയാണ് നവ്യ. അങ്ങനെ നയന ഹോസ്പിറ്റലിലൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം നയനയെ ചെന്ന് കാണണമെന്നും നയനോട് ഈ സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നും നവ്യ വിചാരിക്കുകയാണ്. അങ്ങനെ നവ്യ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് നയനയെ കാണാനായിട്ട് പോവാണ്. അങ്ങനെ നയനയെ കാണാൻ ഗസ്റ്റ് ഹൗസിൽ എത്തുകയാണ് നവ്യ എത്തുമ്പോഴേക്കും അവിടെയുള്ള ഹോം നേഴ്സും ഒക്കെ പറയുന്നുണ്ട് ഈ നയനയെ കാണാൻ പറ്റില്ല എന്നുള്ള കാര്യം. അങ്ങനെ നവ്യ അവരോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അനിയത്തിയെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ചെന്ന് നയനയെ കണ്ട് നയനയോട് ഈ സത്യങ്ങളെല്ലാം, നവ്യ അറിഞ്ഞ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നവ്യ നയനയോട് മാപ്പ് ചോദിക്കുന്നുമുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തതുകൊണ്ട് തന്നെ ഡേവിഡിനോട് പറയുന്നുണ്ട്, അത് ദേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ ഭാര്യയൊക്കെയാണ് നവ്യ ഇവിടുത്തെ മോഡലായിട്ട് സ്ഥിരമായിട്ട് വെക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അവളിപ്പോൾ പഴകിയില്ലേ, ഇനി പുതിയ ഏതെങ്കിലുമൊക്കെ ഒരു മോഡലിനെ നമുക്ക് വച്ചാലോ എന്ന് ചോദിക്കുക ഡേവിഡിനോട്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതെന്താ അബിസാറെ അങ്ങനെ പറയുന്നത്, നവ്യ അബിസാറിൻ്റെ ഭാര്യയല്ലേ, നവ്യ ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡറും മോഡലും ഒക്കെ ആകുന്നത് സാറിന് താല്പര്യമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ അഭി പറയുന്നുണ്ട്, അതിനൊക്കെ എനിക്ക് താല്പര്യമാണ്, അവൾക്ക് നല്ലതുണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതൊന്നും അല്ല കാര്യം. അങ്ങനെ ഒത്തിരി പഴകിയാലും എപ്പോഴും ഒരു മോഡലിനെ തന്നെ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരുന്നാലും അതിൻ്റെ വലിയ മേന്മയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ കുറച്ചുകൂടി നല്ലൊരാളെ നമുക്ക് അവിടെ മോഡലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്ക് തന്നെയല്ലേ കുറച്ചുകൂടെ നല്ലത്. അതുകൊണ്ട് അങ്ങനെ ഒരു പുതിയ മോഡലിനെ കുറിച്ച് ചിന്തിക്കാൻ ഡേവിഡ് സാറിനോട് ഞാൻ പറയായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ടല്ലോ, അതിന് കുഴപ്പമൊന്നുമില്ല, നല്ല മോഡൽസിനെയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വയ്ക്കാമെന്ന് പറയണം. അപ്പോൾ അബിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക ഡേവിഡ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് നമുക്ക് നമ്മുടെ ഇവിടുത്തെ ചീഫ് ഡിസൈനറില്ലേ മാളവിക, അവൾ നല്ല മിടുക്കി കുട്ടിയല്ലേ, അവളെ നമുക്ക് തൽക്കാലം നമ്മുടെ മോഡലാക്കിയാലോ, കുറച്ചുകൂടി ഒരു ഗുണമൊക്കെ നമുക്ക് കിട്ടുമെന്നേ, നല്ല സൗന്ദര്യവും അതുപോലെ നല്ല ബുദ്ധിയും ഒക്കെ ഉള്ള കുട്ടിയല്ലേ മാളവിക, അവളോട് നമുക്ക് ഈ ആവശ്യമെന്ന് പറഞ്ഞ് അവളെ നമുക്ക് തൽക്കാലം ഒന്ന് മോഡലാക്കിയാലോ എന്ന് അബി ചോദിക്കുക. അപ്പോൾ ഡേവിഡിന് കാര്യം പിടികിട്ടുകയാണ് കേട്ടോ. അബിയുടെ കാര്യങ്ങളൊക്കെ ഡേവിഡിന് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഡേവിഡ് മനസ്സിൽ വിചാരിക്കുകയാണ്, ആ അമ്പട കള്ള വന്നപ്പോൾ തന്നെ മാളവികയെ നോട്ടയിട്ട് വച്ചിരിക്കുകയാണ്. എന്തായാലും എനിക്കിതൊക്കെ പിടികിട്ടി, സാരില്ല, ഇഷ്ടം പോലെ നടക്കട്ടെ, ഈ ജ്വല്ലറിയുടെ MD അല്ലേ, ഉടമസ്ഥൻ്റെ മോനല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ഡേവിഡ് മനസ്സിലാലോചിക്കുക. ഡേവിഡ് പറയുന്നുണ്ട്, അതിനെന്താ ബിസാറിന് താല്പര്യമാണെങ്കിൽ മാളവികയോട് സംസാരിക്കൂ, മാളവിക സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയണം. അപ്പം അബി പറയുന്നുണ്ട്, മാളവികയെ സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഡേവിഡ് പറയാണ്, അങ്ങനെയാണ് പിന്നെ ഇതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, മാളവിക നല്ല സൗന്ദര്യമുള്ള കുട്ടി തന്നെയാണ്, നമ്മുടെ മോഡലാവാനുള്ള കഴിവും ആ കുട്ടിക്കുണ്ട്. അപ്പോൾ സാറ് മാളവികയുമായിട്ട് സംസാരിക്കാൻ പറയുക. അങ്ങനെ അബി മാളവികയെ ക്യാബിനിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ മാളവിക ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്താ ഇപ്പോൾ വിളിച്ചത്, മറ്റേ ഡിസൈനുകളൊക്കെ ആകുന്നേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, ഡിസൈൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, മാളവിക നന്നായിട്ട് ഡിസൈൻ ചെയ്യുമെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അതൊക്കെ മാളവിക നല്ലതായിട്ട് ചെയ്യും, അത് പോരാഞ്ഞിട്ട് മാളവികയ്ക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയാം. അപ്പോൾ ഉടനെ തന്നെ മാളവിക ചോദിക്കുന്നുണ്ട്, അതെന്താ, എന്ത് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് സാർ, ഇനി ഇതിലും ഉയരങ്ങളിലേക്ക് എനിക്കെന്താ വല്ല പ്രൊമോഷനോ വല്ല ആണോ എന്ന് ചോദിക്കുക. അപ്പോൾ മാളവികേനെ മനസ്സിലുണ്ട് കേട്ടോ അബിയുടെ കാര്യങ്ങളൊക്കെ. എടാ മോനെ, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് മാളവിക മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, അത് മാളവിയെ കാണാൻ അത്യാവശ്യം നല്ല സ്മാർട്ടാണല്ലോ, നല്ല സ്മാർട്ട് കുട്ടി തന്നെയാണ്, അതുപോലെ നല്ല ബുദ്ധിയും കഴിവും എല്ലാം ഉണ്ട്, എല്ലാം ഒത്തുചേർന്ന മാളവികയെ പോലെ ഒരു കുട്ടി ഞങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആയാൽ അല്ലെങ്കിൽ ഒരു മോഡലായാൽ എന്തുമാത്രം ഗുണം ഞങ്ങൾക്കുണ്ടാവുമെന്ന് മാളവികയ്ക്ക് അറിയുമെന്ന് ചോദിക്കുക. അപ്പോൾ മാളവിക ചോദിക്കുക, അയ്യോ എന്താ സാറേ പറഞ്ഞേ, ഞാൻ മോഡലാവാനോ, അതൊന്നും നടക്കില്ല സാറേ, അതിനുള്ള കഴിവും സൗന്ദര്യമൊന്നും എനിക്കില്ല, അത് തന്നെയല്ല സാറിൻ്റെ ഭാര്യ നവ്യയല്ലേ ഇവിടുത്തെ മോഡല്, നവ്യയെ പോലെ അത്രയും സൗന്ദര്യവും കഴിവൊന്നും എനിക്കില്ല, നവ്യ ഒരു നല്ല മോഡൽ തന്നെയാണ് എന്ന് പറയാണ്. അപ്പം അഭി പറയാം, നവ്യാണ് ഇവിടുത്തെ മോഡൽ, അവൾക്ക് കഴിവൊക്കെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, പക്ഷേ
അത്ര വലിയ കഴിവൊന്നും ഇല്ലെന്നേ അവൾക്ക്. അവൾ അനന്തപുരിയിലെ മരുമോളാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ മോഡലായിട്ട് കിട്ടിയതും, അല്ലാതെ അവളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. പിന്നെ അത് തന്നെയല്ല നീ, അവളിപ്പോൾ കുറച്ചായില്ലേ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഒരുപാട് പഴകി കഴിയുമ്പോൾ പിന്നെ അതിനോടുള്ള താല്പര്യമൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് കുറയും. എപ്പോഴും പുതിയത് 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 എന്നുള്ള ചിന്തയിലെ കസ്റ്റമേഴ്സിന്. അങ്ങനെ എല്ലാത്തിലും ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ പിന്നെ ഇനി വേറൊരാളെ കൂടെ പരീക്ഷിക്കാതെ ഞാനാ ഡേവിഡ് സാറിനോട് പറഞ്ഞതെന്ന് പറയാം. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, അയ്യോ സാറേ, അതിനുള്ള സൗന്ദര്യമൊന്നും എനിക്കില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ അഭി പറയും, നന്നായിട്ട് സൗന്ദര്യമുണ്ട്. മാളവികയ്ക്ക് സൗന്ദര്യം ഇല്ലെന്ന് ആരാ പറഞ്ഞത്? പിന്നെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് സ്ലിം ആവുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. എന്തായാലും മാളവികയ്ക്കുള്ള ആ സ്ട്രക്ചറും ആ തലയ്ക്കകത്തെ ബുദ്ധിയൊന്നും നവ്യയ്ക്കില്ല. അവളൊരു വെറും പൊട്ടിയാന്നേ. മാളവികയ്ക്ക് നമ്മുടെ മോഡലാവാനുള്ള എല്ലാ കഴിവുമുണ്ട്. ഡിസൈനിങ് ചെയ്യുന്ന കൂടെ ഇതുകൂടി ചെയ്താൽ മാളവികയ്ക്ക് എക്സ്ട്രാ വരുമാനം ഉണ്ടാവും, കമ്പനിക്ക് നേട്ടം ഉണ്ടാവും. അപ്പോൾ മാളവിക പറയാം, അയ്യോ സാറേ, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാമെന്ന് പറയുമ്പോൾ അഭി പറയാം, ചിന്തിക്കണം, മാളവികയ്ക്ക് നേട്ടം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇങ്ങനൊരു അവസരം മാളവികയ്ക്ക് മുമ്പിലേക്ക് ഉണ്ടാക്കിയെടുത്തതെന്ന് ഞാൻ തന്നെയാണെന്ന് പറയാം. അങ്ങനെ മാളവിക പറയാം, ശരി സാർ, ഞാൻ സമ്മതിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ മാളവികയെ മോഡലായിട്ടൊക്കെ സമ്മതിപ്പിച്ച് എടുത്തിരിക്കുകയാണ്. അത് ഡേവിഡിനോട് ചെന്ന് അഭി പറയുന്നുണ്ട്, ഡേവിഡ് സാറേ, എന്തായാലും മാളവികയെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്ത പരസ്യത്തിന് മാളവിക അങ്ങ് അഭിനയിക്കട്ടെ എന്ന് പറയുമ്പോൾ ഡേവിഡ് ചോദിക്കുക, അയ്യോ അപ്പോൾ അതെങ്ങനെയാണ്, നവ്യയോടല്ലേ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്ന് പറയാം. അപ്പോൾ ഉടനെ അഭി പറയാം, അതെന്തെങ്കിലും അവളോട് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയെന്നേ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അങ്ങനെ മാളവിക അടുത്ത പരസ്യത്തിലെ മോഡലായിട്ട് അവർ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യ ഈ വിവരം അറിയുന്നത്. നവ്യ ആ പരസ്യത്തിൽ നിന്ന് മാറ്റിയെന്നും ആ ഒരു മോഡലിംഗ് വേഷം മാളവികയ്ക്ക് കൊടുത്തു എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ഈ വിവരം ഡേവിഡിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് നവ്യ വരികയാണ്. അങ്ങനെ നവ്യ റൂമിലേക്ക് കയറി വരിക. ഡേവിഡ് അകത്ത് ഇരുന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ട് നാഗേന്ദ്രയോട്. അപ്പം നാഗേന്ദ്രയോട് എന്തോ കാര്യങ്ങളൊക്കെ രഹസ്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നവ്യ കേൾക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അഭി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നവ്യെ മാറ്റാൻ. ഇപ്പം തന്നെ മനസ്സിലായില്ലേന്ന് ഡേവിഡ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നവ്യ അവിടെ നിന്ന് കേൾക്കുക. അപ്പോൾ ഡേവിഡിനോട് നാഗേന്ദ്ര ചോദിക്കുന്നുണ്ട്, അവൻ ഇപ്പോൾ തന്നെ നവ്യെ ഉപേക്ഷിച്ച മട്ടാണല്ലോ. അവന് നവ്യയോട് നേരത്തെ മുതലേ താല്പര്യമില്ല. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കാൻ വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം മാളവികയിലേക്കാണ് അവൻ്റെ കണ്ണ് പോയിരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ ഡേവിഡും പറയുന്നുണ്ട്, ശരിയാ, മാളവികയെ അവൻ നോക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും അത് നല്ലൊരു പ്രൊപ്പോസൽ തന്നെയാണ്. നവ്യയെ ഒഴിവാക്കി അവന് മാളവികയെ സ്വീകരിക്കാൻ പറ്റും. കാരണം എന്താ, മാളവിക നമ്മുടെ ഇവിടുത്തെ ചീഫ് ഡിസൈനർ അല്ലേ, നല്ല കഴിവുള്ള കുട്ടിയാണ് മാളവിക. മാളവികയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതുവഴി നമ്മുടെ ജ്വല്ലറിക്ക് നേട്ടം ഉണ്ടാവും. നമുക്കൊരു നല്ല ഡിസൈനറെ തന്നെ സ്വന്തമായിട്ട് കിട്ടും. അനന്തപുരിയിൽ നയനയെ കിട്ടിയതുപോലെ തന്നെ എന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാം, അതൊക്കെ ശരിയാ, പക്ഷേ മാളവികയെ പോലൊരു പെൺകുട്ടിയൊന്നും അല്ല ഞാൻ അഭിക്ക് വേണ്ടി മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്. അതിലുമൊക്കെ കോടീശ്വരിയായ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് എൻ്റെ മരുമോളായിട്ട് വരേണ്ടത്. പക്ഷേ ഇപ്പം അവൻ അവളെ നോക്കിയ സ്ഥിതിക്ക് അവൻ്റെ മനസ്സ് തനിക്കും അറിയാമല്ലോ, അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണെന്ന്. അവൻ വഴിതെറ്റി പോകാതിരിക്കാൻ താൻ നോക്കിക്കോണം എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ഡേവിഡ് പറയുന്നുണ്ട്, ശരിയാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കമ്പനിയുടെ ഓണറാണെന്നും അച്ഛനാണ് സാറെന്നും ഒക്കെ അഭി മനസ്സിലാക്കാൻ സമയമായി വരുന്നതെന്ന് തോന്നുന്നു. അപ്പം നാഗേന്ദ്ര പറയുക, അധികം താമസിക്കാതെ ആ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അവൻ എൻ്റെ കൂടെ എൻ്റെ വലം കൈയായിട്ട് നിൽക്കണം. അല്ലാതെ അവനെ ഒഴിവാക്കാനോ ഉപേക്ഷിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അവനെ നേർവഴി വയ്ക്ക് നയിക്കേണ്ടത് എൻ്റെ ചുമതലയാണെന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും നവ്യയെ മാറ്റിയിട്ട് മാളവികയെ മോഡലാക്കാൻ വേണ്ടി അഭിസാറ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഇത് കേട്ടിട്ടാണ് കേട്ടോ നമ്മുടെ നവ്യ വരുന്നത്. നവ്യ വന്ന് കയറുമ്പോഴേ തന്നെ ചോദിക്കുന്നുണ്ട്, സാറേ, എനിക്ക് സാറിനോട് കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയാം, നവ്യോ വാ, എന്താ നവ്യ വന്ന് ഇരിക്കൂ എന്ന് പറയാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ഇരിക്കുന്നൊന്നുമില്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നതാ. പുതിയ മോഡലായിട്ട് ആ മാളവികയെ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡേവിഡ് പൊട്ടിച്ചിരിക്കുക. എന്നിട്ട് പറയുക, അല്ല എന്താ നവ്യയുടെ മുഖമൊക്കെ വല്ലാതായി പോയല്ലോ, നവ്യക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും അല്ലേ? അല്ല, ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. നവ്യ അല്ലായിരുന്നു നമ്മുടെ മോഡൽ. അതിന് പകരം പുതിയൊരാളെ സെലക്ട് ചെയ്യുമ്പോൾ നവ്യക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. പക്ഷേ ഇത് സെലക്ട് ചെയ്തത് ഞാനൊന്നും അല്ല കേട്ടോ, നവ്യയുടെ ഭർത്താവ് അഭി തന്നെയാണെന്ന് പറയാണ്. അപ്പോൾ ഉടനെ നവ്യ, അഭിയാണോ തീരുമാനിച്ചത് എന്നെ മാറ്റിയിട്ട് മാളവികയെ മോഡലാക്കാനായിട്ട്? അപ്പോഴേക്കും ഡേവിഡ് പറയാം, അതെ,
അഭി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നവ്യയെ മാറ്റിയിട്ട് മാളവികയെ പുതിയ പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന്. അതിന് കാരണമായിട്ട് അഭിസാറ് പറയുന്നത് വേറൊന്നുമല്ല, നവ്യ കുറച്ച് നാളായില്ലേ ഇവിടെ ചെയ്യുന്നു, അപ്പം നവ്യയ്ക്ക് പകരം ഒരു പുതുമുഖം വരുന്നത് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ നവ്യ ഒഴിവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ എന്ന് പറയണം. ഓക്കെ ശരി സാർ, ആയിക്കോട്ടെ, ഏതായാലും അവൻ തന്നെയല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ നവ്യയും പറയാണ്. എന്നിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ നവ്യയുടെ മനസ്സിലുണ്ട് കേട്ടോ, എന്തായാലും അവൻ കൊള്ളാം, അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. അല്ലെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം അവനെ എടുക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവൻ്റെ മനസ്സ് ശരിക്കും അറിയാവുന്നതാണ്. ഇവനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കിപ്പോൾ ഉണ്ട്. പക്ഷേ ഇതൊന്നും പറയാനും ചോദിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ഈ AM ജുവലറിക്കാരും അഭിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയണം. അവരെന്തിനാണ് അനന്തപുരിയെ ഇല്ലാതാക്കാൻ നോക്കുന്നതെന്നും അറിയണം. ആ സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുള്ളൂ എന്ന് നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ്. പിന്നീട് അതിനൊക്കെ ശേഷം കാണിക്കുന്നത് നന്ദുവിനെയും അതുപോലെ തന്നെ നവീനെയാണ് കേട്ടോ. അപ്പോൾ നവീനാണെങ്കിൽ ഒരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നന്ദുവിനും അതുപോലെ അനിക്കും ഫ്രണ്ട്സിനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പം നവീൻ വന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു അടുത്ത ദിവസം നമ്മുടെ പാർട്ടിയാണല്ലോ, നന്ദു എത്തുകയല്ലേ, ഞാൻ വണ്ടിയൊക്കെ ആയിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വരണ്ടേന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ഓ അതൊന്നും വേണ്ട നവീനേട്ടാ, ഞാൻ പോലീസ് വണ്ടിയിൽ വന്നോളാം, ഇല്ലെങ്കിൽ ഞാനും അനിയും കൂടി വന്നോളാം എന്ന് പറയാം. അപ്പം അനിയും ഞാനും കൂടി വന്നോളാം എന്ന് പറയുമ്പോൾ നവീൻ അത് അത്ര പിടിക്കുന്നില്ല കേട്ടോ. നവീൻ പറയുക, ഓ വേണ്ട, അനിയുടെ കൂടെ വരണ്ട, നന്ദു സ്വന്തം ഇഷ്ടത്തിന് വന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ അത് ശരിയാവില്ല, ഞാൻ വന്ന് നന്ദുവിനെ പിക്ക് ചെയ്തോളാന്ന് പറയുകയാണ്. അതിനുശേഷം നവീൻ അങ്ങ് പോവാണ്. അപ്പോഴാണ് അനി വരുന്നത്. അനി അപ്പോൾ ചോദിക്കുക, അല്ല എന്താ നവീൻ നിന്നോട് പറഞ്ഞത്, പാർട്ടിയുടെ കാര്യത്തിൽ ആയിരിക്കല്ലേ, നിനക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തരാൻ വേണ്ടി ആയിരിക്കുമല്ലോ അവൻ പാർട്ടി വെച്ചിരിക്കുന്നത്. അപ്പോഴേക്കും നന്ദു പറയും, എന്താ അനി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ കഥകൾ ചമയ്ക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ അനി പറയുന്നുണ്ട്, അല്ല അതുകൊണ്ടൊന്നും അല്ല, അവൻ ഒരു പ്രത്യേക അടുപ്പം നിന്നോട് കാണിക്കുന്നില്ലേന്ന് എനിക്ക് തോന്നുന്നു, അതിലൊരു സംശയമൊന്നും എനിക്കില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അനി പറയുന്നത്, അതെ ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്, അനാമിക അവൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട്. ഇതുവരെ ഞങ്ങളുടെ ഡിവോഴ്സ് നടന്നിട്ടില്ല, ആ ഡിവോഴ്സ് ഒന്ന് നടന്നിട്ട് വേണം നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ, ഇനിയും അത് നീട്ടിക്കൊണ്ട് പോകുന്നതിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയാം. അപ്പം അതും പറയും, ശരിയാ, നിനക്ക് അനാമിക ഡിവോഴ്സ് തന്നിട്ടില്ലല്ലോ, അതിങ്ങനെ നിൽക്കുകയല്ലേ കയ്യാലിൻ്റെ പുറത്തെ തേങ്ങ പോലെ, നീ നല്ല രീതിയിൽ കോമ്പൻസേഷൻ കൊടുത്താൽ മാത്രമേ അവൾ ഡിവോഴ്സ് തരുവുള്ളൂ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. എന്നാൽ ഒറ്റ പൈസ പോലും അവൾക്ക് അനാവശ്യമായിട്ട് കൊടുക്കരുതെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അനീ ചെയ്യേണ്ടത്. അവൾ നിങ്ങളുടെ വീട്ടിലെ സ്വത്തിനൊന്നും അർഹയല്ല, അവളെപ്പോലെ ഒരു പെരുങ്കള്ളിക്ക് ഒറ്റ രൂപ പോലും കൊടുക്കരുത് എന്ന് പറയാണ്. പനി പറയുന്നുണ്ട്, അങ്ങനെ ഒറ്റ രൂപ പോലും കൊടുക്കാതിരുന്നു കഴിഞ്ഞാലേ അവൾ ഡിവോഴ്സ് തരില്ല, അവൾ ഡിവോഴ്സ് തരാതിരുന്ന നമ്മുടെ വിവാഹം നടക്കുമോ, ഇങ്ങനെ നീണ്ടു പോവില്ലേ, ഇതിനൊക്കെ ഒരു അന്ത്യം വേണ്ടേ നന്ദു എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാം, അതും ശരിയാണ്, അവളൊരു ക്രിമിനൽ സ്വഭാവമുള്ളവരാ, മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ട് അവളും അവളുടെ അച്ഛനും അമ്മയൊക്കെ ശ്രമിക്കുള്ളൂ എന്ന് പറയാം. അതെ, അത് തന്നെയാണ് നന്ദു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ അവർ നോക്കുമ്പം അവർക്ക് ലാഭം കൂടുതലാണല്ലോ. ഞാനാണല്ലോ ഇപ്പോൾ AM മൂർത്തീസ് ജ്വല്ലറിയിലെ MD ആദർശമായിട്ട് മാറിയിട്ട് ഞാനിപ്പോൾ ആ കസേരയിലേക്ക് ഇരുന്നപ്പം ആ അനാമികയ്ക്ക് വീണ്ടും ആഗ്രഹം മൂത്തിരിക്കുക, ഒന്നെങ്കിൽ ഒന്നിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിയുടെ MD കൊടുക്കേണ്ടതായ കോമ്പൻസേഷൻ, അതായത് കോടികൾ കൊടുക്കണം എന്നാണ് അവൾ പറയുന്നത്. കോടിക്കണക്കിന് രൂപ കൊടുത്താൽ എനിക്ക് ഡിവോഴ്സ് തരാമെന്നാണ് പറയുന്നത്. 1-2 കോടിയല്ല അവൾ ചോദിക്കുന്നതെന്ന് നിനക്കറിയാലോ എന്ന് പറയുക. അപ്പോൾ നന്ദു പറയാം, അതൊക്കെ എനിക്കറിയാം, നീ എത്രയെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും കൊടുത്ത് അവളെ ഒഴിവാക്കാൻ നോക്ക്, അല്ലാതെ കേസ് കളിച്ചാൽ ഇത് നീണ്ടു പോവുള്ളൂ നീ. പിന്നെ മുത്തശ്ശൻ പറഞ്ഞ പോലെ അവൾ അർഹിക്കാത്ത ഒരു തുക അവൾക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിൻ്റെ മുമ്പിൽ നീ അടിയറ പറയണ്ട, എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പം അവൾ ഇതിനൊക്കെ സമ്മതിക്കും. പിന്നെ അത്രയും നാൾ നമ്മുടെ വിവാഹവും നടക്കില്ലെന്നല്ലേ ഉള്ളൂ, അല്ലെങ്കിലും ഇപ്പോഴും നമ്മുടെ വിവാഹം നടത്താൻ ആർക്കും ഒരു താല്പര്യമില്ലല്ലോ. പിന്നെ ഇതിങ്ങനെ അങ്ങ് പോട്ടാ, നീ അതിനെക്കുറിച്ച് ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ടെന്ന് പറയാം. പനി പറയുന്നുണ്ട്, അങ്ങനെ പോയാൽ പറ്റില്ല, അടുത്ത ദിവസം തന്നെ കോടതിയിൽ പോയി കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട് അനാമികയും എന്നെയും കൂടി, അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ വക്കീലിനെ പോയി കാണേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം വേണുവും രേവതിയും അതുപോലെ തന്നെ അബിയും അനാമികയും കൂടെ സംസാരിക്കുക. അബിയാണെങ്കിൽ അവിടെ ചെന്നിരുന്ന് ഇളക്കി വിടുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് അനാമികയോട്, അനാമിക കേസിൻ്റെ കാര്യം എന്തായി, ഹിയറിങ്ങിന് എന്നാ വിളിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക.
പറയുന്നുണ്ട് അടുത്ത ദിവസം തന്നെ ഹിയറിങ്ങിന് ചെല്ലണം, അതിനായിട്ട് അനിക്ക് നോട്ടീസ് വന്ന് കാണും എന്ന് പറയാണ്. എന്തായാലും നീ കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അനി ഇപ്പോൾ അനന്തപുരിയിലെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിലാണ് ഇരിക്കുന്നത്. നീ ഒരു 10-15 കോടിയെങ്കിലും ആവശ്യപ്പെട്ടോണം. അത്രയും രൂപയ്ക്ക് നിനക്ക് അർഹതയുണ്ട്, വിട്ടുകൊടുക്കരുത്, കിട്ടുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ വേണു പറയുന്നുണ്ട് അത്രയൊക്കെ മോനെ കിട്ടാൻ സാധ്യതയുണ്ടോ അബി? നിൻ്റെ മുത്തശ്ശൻ അന്ന് കോടി രൂപ ചോദിച്ചതിന് എൻ്റെ കാരണം അടിച്ച് പുകയ്ക്കുകയാണ് ചെയ്തത്. ഇനിയും അതുപോലൊരു അടി കൊള്ളാനും അത് താങ്ങാനുമുള്ള കരുത്തൊന്നും എനിക്കില്ല. വന്ന് ലോകം മുഴുവൻ കടവാ, പലിശക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. എങ്ങനെയെങ്കിലും കുറച്ച് രൂപയെങ്കിലും കിട്ടിയാൽ ആ പലിശപ്പണമെല്ലാം തിരികെ കൊടുത്ത് സമാധാനമായിട്ട് എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നു. അത്ര മാത്രമേ എനിക്കിപ്പോൾ ചിന്തയുള്ളൂ എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട് അത് കിട്ടുമെന്നേ. അതെങ്ങനെയാണ് കിട്ടാതിരിക്കുന്നത്? ഇപ്പോഴും അനിയും അനാമികയും തമ്മിലുള്ള ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ കോടികൾ വാങ്ങിക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ മാത്രമല്ലേ കിട്ടുള്ളൂ. ഏതായാലും നിങ്ങൾ കേസ് കളിച്ച് നോക്ക്, കിട്ടാതിരിക്കില്ല. അനി ഇപ്പോൾ MD കസേരയിൽ കൂടിയല്ലേ ഇരിക്കുന്നത്. അനാമിക ശ്രമിച്ചാലെല്ലാം നടക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അബി. അപ്പോൾ അവരും ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അത്രയൊക്കെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അബി അത്രയൊക്കെ തിരി വെച്ച് കൊടുത്തിട്ട് പോകുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ അനാമികയും അനിയും കൂടി വക്കീലിനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഹിയറിങ്ങിന് വിളിച്ച് രണ്ടുപേരെയും വിളിച്ചിരുത്തി സംസാരിക്കുക. അപ്പോഴും അനാമിക ആരോപിക്കുന്നത് അനിക്ക് നന്ദുവുമായിട്ട് അവിഹിത ബന്ധമുണ്ട്, അതാണ് ഞങ്ങളുടെ ബന്ധം തകരാനുള്ള കാരണം. ഇപ്പോഴും ഇവൻ നന്ദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്. നന്ദു ഒരു SI ആയതുകൊണ്ട് തന്നെ ഇവന് വേണ്ട സപ്പോർട്ടുകളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെയാണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് കോടതി പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട് അതൊന്നും അല്ല കാര്യം, നന്ദുവും ഞാനും തമ്മിൽ ഒരു അവിഹിതവും ഇല്ല. അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പേരിലല്ല അനാമികയുമായിട്ട് പിരിഞ്ഞത്. അനാമികയുടെ പൂർവ്വകാല ചരിത്രമൊക്കെ കോടതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാ. അതുപോലെ മയക്കുമരുന്നൊരു അടിമയായ ഒരു പെൺകുട്ടിയായിരുന്നു അനാമിക. അങ്ങനെയുള്ള ഒരുത്തിയുടെ കൂടെ ജീവിച്ചു പോകാൻ പറ്റാത്തതായി. അതുപോലെ ഇവക്ക് എന്നെ സംശയമായിരുന്നു. ഈ സംശയരോഗത്തിൻ്റെ പിടിയിൽ വീട്ടിൽ ഇന്നും പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇവളെ ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതൊക്കെ സമ്മതിച്ചു, ഇവന് ഡിവോഴ്സ് വേണമെങ്കിൽ മ്യൂച്വലി ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് കിട്ടേണ്ട കോമ്പൻസേഷൻ കിട്ടണം. ഇവൻ്റെ ഭാര്യ അനന്തപുരിയിലെ മരുമകളായിട്ടാണ് ഞാൻ അവിടെ വന്നത്. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് അനന്തപുരിക്കാർക്ക്. അതിലൊരു വിഹിതം എനിക്ക് കോമ്പൻസേഷനായിട്ട് കിട്ടിയാൽ ഞാൻ ഇവന് ഡിവോഴ്സ് കൊടുത്തേക്കാം. ഞാൻ ആരുടെയും ജീവിതത്തിൽ കടിച്ചു തൂങ്ങി കിടക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അനി പറയാണ് അത് ശരിയാ, ഇവിടെ ചോദിക്കുന്നതേ 15 കോടി രൂപയാണ് കോമ്പൻസേഷനായിട്ട്. അത്രയും തുക ഇവക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവളെപ്പോലൊരു പെരുങ്കള്ളി ആൾമാറാട്ടം നടത്തി പറ്റിച്ചാണ് എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. എന്നിട്ട് 15 കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് അല്ല, അടുത്ത ഹിയറിങ്ങിൽ നമുക്ക് സംസാരിക്കാം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും സംസാരിച്ച് തീരുമാനമാകണം. 2 പേർക്കും ജീവിതമുള്ളതാണെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഒരിളവ് ചെയ്തു കൊടുക്കാൻ അനാമികയും ശ്രമിക്കണം എന്ന് പറഞ്ഞ് വിടുകയാണ്. അങ്ങനെ അവരവിടുന്ന് പുറത്തിറങ്ങി 2 പേരും പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നയന ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് പോവാണ്. രാവിലെ തന്നെ അപ്പോൾ ആദർശിനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ഞാൻ അമ്പലത്തിലൊന്ന് പോവാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അല്ല നീ തനിയെ പോകേണ്ട കാര്യമുണ്ടോ, അമ്മയെ വിളിച്ച് വരുത്താൻ വേണമെങ്കിൽ അമ്മയുമായിട്ട് പോയിക്കോ എന്ന് പറയുന്നുണ്ട് വേണ്ട അതൊന്നും കുഴപ്പമില്ല, ഞാൻ തനിയെ പോകാറുള്ളതല്ലേ, ഇവിടുന്ന് വണ്ടി ഉണ്ടല്ലോ, ഡ്രൈവർ ഉണ്ടല്ലോ, അപ്പം ഞാൻ തനിയെ തന്നെ അമ്പലത്തിലേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കിപ്പം ഇന്ന് വരാനായിട്ട് ഒരു തരി പോലും സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ വരാത്തത്, നീ പോയിക്കോണം സൂക്ഷിച്ചെന്ന് പറയാനാണ്. അങ്ങനെ നയന അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പം നയന അമ്പലത്തിൽ ചെന്ന് തൊഴുതോട് നിൽക്കുമ്പം അവിടെ മുത്തശ്ശനും വരുന്നുണ്ട്. മുത്തശ്ശനും വന്ന് തൊഴുകയാണ്. അപ്പം നയനെ കാണുമ്പം വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ലാതെ മുത്തശ്ശൻ ഒരു ഗൗരവമൊക്കെ കാണിച്ച് തന്നെ നിൽക്കുക. അപ്പം നയന ചെന്നിട്ട് വിളിക്കുന്നുണ്ട് മുത്തശ്ശ എന്ന് വിളിക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ ആദർശ് വന്നില്ലേ എന്ന് ചോദിക്കുക. ഇല്ല ഞാൻ തനിയെ വന്ന. അല്ല ഈ സമയത്ത് ഇങ്ങനെ തനിയൊക്കെ ഇറങ്ങി വരേണ്ട കാര്യമുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് നയന് ചോദിക്കുക മുത്തശ്ശന് ഇപ്പോഴും ഞങ്ങളോട് പരിഭവമാണോ, മുത്തശ്ശൻ അന്ന് 3-ാം മാസത്തെ ചടങ്ങിനും എത്തിയില്ലല്ലോ എന്ന് പറയണം. അപ്പം മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ എന്നെ ധിക്കരിച്ച് പോയവരുടെ അടുത്ത് വീണ്ടും വന്ന് കയറി ഒരു ചടങ്ങിനും ഒന്നിനും വരാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്ക് അങ്ങ് വിഷമമാകുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ട് മുത്തശ്ശൻ ഭയങ്കര ഗൗരവത്തിൽ നിൽക്കുക. നയനയാണെങ്കിൽ മുമ്പോട്ട് നടക്കുന്ന വഴി കാല് തട്ടി അങ്ങ് വീഴാൻ പോവാണ്. അങ്ങനെ വീഴുവാണ്, തലകറങ്ങി നയനെ വീഴുക. അപ്പോൾ മുത്തശ്ശൻ പെട്ടെന്ന് മോളെ എന്ന് പറഞ്ഞ് ചെന്ന് പിടിക്കുന്നുണ്ട്. അങ്ങനെ നയനെ വീഴാതെ മുത്തശ്ശൻ ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുപോവാണ്. എന്നിട്ട് നേരെ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് നയന. അതേസമയം മുത്തശ്ശൻ അടുത്തും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുകയാണ് മുത്തശ്ശൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ, മുത്തശ്ശന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലല്ലോ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല, ഞാനിവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിന്നെ അഡ്മിറ്റാക്കി, ഇനിയിപ്പം അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, അവരെല്ലാവരും വരട്ടെ, അവർ വരുമ്പം ഞാൻ ഇവിടുന്ന് അങ്ങ് പോയിക്കോളാം, അതുവരെ ഞാനിവിടെ ഇരിക്കുമെന്ന് പറയാണ്.
അപ്പം നയന പറയുന്നുണ്ട്, അല്ല മുത്തശ്ശന് ബുദ്ധിമുട്ടാണെങ്കിൽ പോയിക്കോ, പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുക, അവർ വന്നു കഴിയുമ്പോൾ പോകാൻ തന്നെയാണ് ഞാനിരിക്കുന്നത് എന്ന് ഗൗരവത്തിൽ പറയുക. മനസ്സിൽ നല്ല വിഷമമൊക്കെ ഉണ്ട് മുത്തശ്ശനെങ്കിലും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ നയനയുടെ ആശുപത്രിയിലാണെന്ന് പറയുമ്പോൾ കനകയും ഗോവിന്ദനും ദേവയാനിയും ആദർശവും എല്ലാവരും എത്തുകയാണ്. അങ്ങനെ വന്ന് പ്രശ്നമൊന്നുമില്ല. അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് നയനയെ വിടുകയാണ്, നയനയെ വീട്ടിൽ കൊണ്ടുപോവാണ്. അപ്പോഴാണ് നമ്മുടെ നവ്യ ഈ വിവരം അറിയുന്നത്. പിറ്റേ ദിവസം നവ്യ മനസ്സിലോർക്കുകയാണ്, നയനയെ ഒന്ന് പോയി കാണണം, അവളോട് മാപ്പ് പറയണം, അവളെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു, ആദർശേട്ടനെയും നയനയും, അതിനെനിക്ക് മാപ്പ് പറഞ്ഞ് സത്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയണമെന്ന് വിചാരിക്കുകയാണ് നവ്യ. അങ്ങനെ നവ്യ കുറച്ച് പലഹാരമൊക്കെ വാങ്ങി എങ്ങനെയും ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാണ്. അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പം അവിടെയുള്ള ആ ചേട്ടനും അതുപോലെ തന്നെ ആ ഹോം നേഴ്സും ഒക്കെ പറയുന്നുണ്ട്, നവ്യാണെന്ന് കാണുമ്പോഴേ എന്തെങ്കിലും വഴക്കിന് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പറയാണ്, വേണ്ട, നയന റെസ്റ്റിലാണ്, ഇന്നലെയും വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു, അതുകൊണ്ട് ടെൻഷനൊന്നും എടുക്കരുതെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ആരെയും കാണാൻ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാം. അപ്പം നവ്യ പറയാം, അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് എൻ്റെ അനിയത്തിയെ കണ്ടിട്ടേ മതിയാവുള്ളൂ, അവളെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞ് റൂമിലേക്ക് ഇടിച്ച് കയറി പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പം നയന നോക്കി നിൽക്കുക. അപ്പം നവ്യ പലഹാരമൊക്കെ ആയിട്ട് വരും. അപ്പം അന്തം വിട്ട് നയന നിൽക്കുകയാണ്, എന്ത് പറ്റി ചേച്ചിക്ക് പിണക്കമൊക്കെ മാറിയോ ഇങ്ങനെ പലഹാരമൊക്കെ ആയിട്ട് വരുന്നത് എന്ന്. അപ്പം നവ്യ നയനയെ കാണുമ്പോഴേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിക്കണം, നയനയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറയാണ്, എന്നോട് നീ ക്ഷമിക്കണം, എനിക്ക് ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞ് ഈ സത്യം അറിഞ്ഞ കാര്യമെല്ലാം പറയാൻ കേട്ടോ. അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്നുള്ള കാര്യം അറിഞ്ഞതിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവിടെ നടക്കുന്ന AM ജ്വല്ലറിയിൽ നടക്കുന്ന ചതിയെക്കുറിച്ചിട്ടും AM ജ്വല്ലറിക്ക് പിന്നിൽ ഡേവിഡിനെ കൂടാതെ മറ്റാരോ ഉണ്ടെന്നുള്ള സത്യവും എല്ലാം നവ്യ പറയാണ്. നവ്യ പറയുന്നുണ്ട്, ഇനി ആ ഒരു സത്യം കണ്ടുപിടിക്കാനും അബിയുടെ നാശം കാണാനും വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ എന്ന് പറഞ്ഞ് നയനയോട് മാപ്പ് പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിനും കൈ കൂപ്പി മാപ്പ് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്